നമസ്കാരം. ഹോർമൂസ് ഇടനാഴി പിന്നിട്ട ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അണഞ്ഞപ്പോൾ വലിയ ഖരഘോഷത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ ആ വാർത്തയെ സ്വീകരിച്ചത്. ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ്. പക്ഷേ അതിനു മുകളിൽ ഇന്ത്യയുടെ കരുത്തുകൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇത് സാധ്യമായത് കേവലം ഒരു നയതന്ത്രത്തിനപ്പുറം ഇന്ത്യയുടെ ഒരു കരുത്തിൻ്റെ കൂടി പ്രതീകമായിട്ടാണ് ഈ വിജയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഐറിസ് ദേന എന്ന മൗട്ട് ഫ്രിഗറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന കപ്പൽ ഇപ്പോഴും ഇന്ത്യയുടെ കൊച്ചിൻ സദേൺ കമാൻഡിലുണ്ട്. ഈ സദേൺ കമാൻഡിൽ നിന്ന് ഈ കപ്പൽ വീണ്ടും ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ടിലേക്ക് എത്തുന്ന പക്ഷം അമേരിക്കയുടെ ടോർപിഡോകൾ ഇനിയും ആക്രമിക്കുവാനെത്തും. നേരത്തെ ഇറാൻ്റെ ഐറിസ് ദേനയ്ക്കുണ്ടായ അനുഭവം, അമേരിക്കയുടെ മാർക്ക് 48 ടോർപിഡോ വന്ന് ഇറാൻ്റെ ഐറിസ് ദേനയിലേക്ക് ഇടിക്കുന്നത് രണ്ടായിട്ട് പിളർത്തുകയായിരുന്നു. കപ്പൽ കടലിൽ നിന്ന് ഉയർന്ന് പൊങ്ങുകയായിരുന്നു. അത്ര ശക്തമായ രീതിയിലുള്ളൊരു ആക്രമണമാണ്. ഈ ഇറാൻ്റെ കപ്പലുകൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഭാഗത്തേക്ക് എത്തുന്ന പക്ഷം കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ ഒരു ആക്രമണത്തെ നേരിടേണ്ടി വരും. ഇതിൽ നിന്ന് അവരെ കാത്തു സംരക്ഷിക്കുന്നത്, ഐറിസ് ദേനയെ കാത്തു സംരക്ഷിക്കുന്നത് ഇന്ത്യയാണ്. ഇതിനുള്ള കൂടി ഒരു മറുപടിയായിട്ടാണ് ഇറാൻ അവരുടെ ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് തുറന്നു നൽകിയത്. ഇതിനെക്കുറിച്ച് ഇറാനോട് ചോദിച്ചപ്പോൾ, അതായത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്ക് വേണ്ടി തുറന്നു നൽകിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇറാൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ മതഭരണകൂടത്തിൽ ഒരു ഭാഗം ഇപ്പോഴും ഇന്ത്യക്ക് എതിരായിട്ടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ അനുകൂലിക്കുന്ന ധാരാളം പേർ ഇറാനിലുണ്ട്, ഇറാനിയൻ ഭരണകൂടത്തിലുണ്ട്. പക്ഷേ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഇന്ത്യയെ എതിർക്കുന്നുണ്ട്. അവർക്ക് മേൽ കൂടി ഇന്ത്യയുടെ വിജയം സാധ്യമായത് ഇന്ത്യ കാത്തു സൂക്ഷിച്ചു വച്ചിരുന്ന ഐറിസ് ലാവനാണ്. ഐറിസ് ലാവൻ്റെ ജീവനക്കാരെയും ഇന്ത്യ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ. ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് പൊലിഞ്ഞു വീണത് 87 ജീവനുകളാണ്. ഈ ജീവനുകൾ ഇനി മടക്കിക്കരാൻ ഒരാൾക്കും ഒരു അമേരിക്കയ്ക്കും സാധ്യമല്ല. അതേ അവസ്ഥ ഐറിസ് ലാവനും ഉണ്ടാകാതിരിക്കാൻ, ആ ജീവനക്കാർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഇന്ത്യൻ കരുതലിൻ്റെ കൂടി ഭാഗമാണിത്. ഇന്ത്യയെ നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷമൊക്കെ ആക്രമിക്കുകയുണ്ടായി. ഇന്ത്യ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടത്. മിലാൻ 2026 എന്ന ഇന്ത്യയുടെ നേവൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് ഐറിസ് ദേന ഇന്ത്യയിലെത്തിയത്. ഈ ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ഒന്നും ചെയ്തില്ല എന്നതാണ്. ഇന്ത്യ വളരെ കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഐറിസ് ലാവനെയെങ്കിലും സൂക്ഷിക്കുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. അത് മറ്റൊരു തരത്തിൽ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന, കപ്പലിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ അതിന് മുന്നേ തന്നെ ഐറിസ് ദേനയ്ക്കും ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പക്ഷേ അവർ ഇതിനെ അവഗണിച്ചുകൊണ്ട് പുറത്തോട്ട് പോയതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടത്. പക്ഷേ ഇന്ത്യ ഐറിസ് ലാവനെ കാത്തു സംരക്ഷിച്ചത് തീർച്ചയായിട്ടും ഇറാൻ്റെ മതഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിനെതിരെ ഇന്ത്യയുടെ വിജയം തന്നെയാണ്. ഇന്ത്യയുടെ കരുത്തിൻ്റെ വിജയം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പത്ത് ഇപ്പോഴും ഇറാനിൽ ഉണ്ട്. പക്ഷേ അതൊന്നും ഇറാൻ ഇപ്പോൾ കണക്കാക്കുന്നില്ല. കഴിഞ്ഞ കുറച്ചധികം നാളുകൾ ഇന്ത്യയുടെ കപ്പലുകൾ അതുവഴി ഹോർമൂസ് കടലിടുക്ക് വഴി പോകണ്ട എന്ന് പറഞ്ഞതും ഈ നന്ദികേടിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇന്ത്യ ഒരിക്കലും ഇറാനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇറാൻ കാണിച്ച ചെയ്തികളുടെ ഭാഗമായിട്ടാണ് ഇറാൻ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിട്ടുണ്ടെങ്കിൽ ഇറാൻ ചെയ്യുന്ന ചെയ്തികളുടെയൊക്കെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഇന്ത്യ ചെയ്ത യാതൊരു കാരണവും കൊണ്ടല്ല. ഇറാൻ എന്തിനാണ് ഇസ്രായേലിനെ പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞത്? ഇറാനിൽ അണ്വായുധമുണ്ടായാൽ എന്താണ് ഇസ്രായേലിന് സംഭവിക്കുന്നത് എന്ന് ലോകത്തിന് എല്ലാവർക്കും തന്നെ അറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വളരെ കൃത്യമായിട്ട് ഇറാനിൽ ഓപ്പറേഷൻ നടത്തിയതും ഇറാൻ്റെ എല്ലാ നിർണായകമായ നീക്കങ്ങളും ഇസ്രായേലിനെ അറിയിച്ചു കൊടുത്തതും. അപ്പോൾ ഇറാൻ്റെ വിഷയം കാരണമാണ് ഇറാൻ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത്. അതിന് ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള ബാധ്യതയുമില്ല. ഇറാനെ ആക്രമിക്കാൻ, ഈ രീതിയിൽ ഇറാൻ്റെ സ്വഭാവത്തെ ക്രമീകരിക്കാൻ ഇന്ത്യ പറഞ്ഞിട്ടുമില്ല. എന്തായാലും ഇന്ത്യ വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ. തീർച്ചയായിട്ടും അധിക നാളൊന്നും ഈ യുദ്ധം പോകാതെ തന്നെ ഇന്ത്യ ഇതിനെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കും. അതിനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഭാരതം നടത്തിക്കഴിഞ്ഞു. കാരണം ഈ ശത്രു രാജ്യങ്ങളിലേക്കൊക്കെയും
ധൈര്യത്തോടു കൂടി പോകാൻ പറ്റുന്ന ഏക രാഷ്ട്രം ഇപ്പോൾ ഭാരതമാണ്. അതായത് തമ്മിലടിക്കുന്ന ഇരു രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് പോകാം, ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് പോകാം, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് പോകാം. അങ്ങനെ ഇന്ത്യയുടെ നീക്കത്തിലൂടെ ഈ യുദ്ധം അവസാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നീക്കത്തിലൂടെ മാത്രമായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.